നമസ്കാരം. കൂത്താട്ടോളം തിരുമാറാടി എടപ്പറക്കാവിൽ ഉത്സവത്തിൻ്റെ ഭാഗമായി കഞ്ഞി വഴിപാട് ആരംഭിച്ചു. ഇത്തവണത്തെ ഉത്സവത്തിൻ്റെ വിശേഷങ്ങൾ മാധ്യമപ്രവർത്തകരെ വിളിച്ചു ചേർത്ത് വിശദീകരിച്ചു. വാർത്തയിലേക്ക്. ഇന്ന് അതുപോലെ കുംഭമാസത്തിലെ കഞ്ഞി വഴിപാട് ആരംഭിക്കുന്നതോടനുബന്ധിച്ചുള്ള ഇന്നത്തെ ആദ്യത്തെ കഞ്ഞി ഇന്ന് തുടങ്ങുകയാണ്. നാളെ മുതൽ രേവതി ഉത്സവം ആരംഭിക്കുന്നു. രേവതി, അശ്വതി, ഭരണി, കാർത്തിക ദിവസങ്ങളിലായിട്ടുള്ള ഉത്സവ ആഘോഷ പരിപാടികൾ നടക്കുന്നു. നമ്മുടെ ക്ഷേത്രം, അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വളരെ പ്രശസ്തവുമായ ദേവീക്ഷേത്രമാണ് എടപ്പറ ഭഗവതി ക്ഷേത്രം. സഹോദരി സങ്കല്പത്തിലുള്ള കാക്കൂർ ആമ്പശ്ശേരിക്കാവിലമ്മയുടെയും എടപ്പറക്കാവിലമ്മയുടെയും ഉത്സവ നാളുകളാണ് കുംഭമാസത്തിലെ രേവതി, അശ്വതി, ഭരണി, കാർത്തിക ഉത്സവങ്ങൾ. അശ്വതി നാളിൽ അനിയത്തിയായ ആമ്പശ്ശേരിക്കാവിലമ്മ വിഴയാടത്തെ കാണുന്നതിനായിട്ട് ഇവിടെ വരികയും ഒരു കൂട്ടിയെഴുന്നേൽപ്പ്, അത് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ചടങ്ങായിട്ടാണ് അറിയപ്പെടുന്നത്. കാരണം അടുത്ത പ്രദേശങ്ങളിലൊന്നും ഈ നാട്ടിൽ കേട്ടിട്ടില്ലാത്തൊരു ചടങ്ങാണ് ഏടത്തി അനിയത്തി കുടിയ സംഗമം. അങ്ങനെ ഒരു കൂട്ടിയെഴുന്നള്ളപ്പ് നടത്തി തിരികെ ആമ്പശ്ശേരിക്കാവിലമ്മ തിരിച്ചു പോകുന്ന ഈ ചടങ്ങൊക്കെ ഉണ്ട്. എറണാകുളം ജില്ലയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഏറ്റവും വലിയ ഒരു പകൽപൂരമായിട്ടാണ് തിരുമാറാടി കുംഭകോട ഘോഷയാത്ര നടന്നു വരുന്നത്. മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് എടപ്പറക്കാവിൽ എത്തിച്ചേർന്ന ഈ കുംഭകോട ഘോഷയാത്രയിൽ ഈ നാട്ടിലെയും ഇവിടെ നിന്ന് വെളിയിൽ പോയിരിക്കുന്നതും അന്യദേശത്തുള്ള ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്ത്, ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്ന ഒരു കുംഭകോട ഘോഷയാത്രയാണ് നമ്മുടെ ഈ തിരുമാടി നാളെ കഴിഞ്ഞ് നടക്കാൻ പോകുന്നത്. എടപ്പറക്കാവിലെ നമ്മളുടെ ഏറ്റവും വിശേഷമായ ഒരു വഴിപാടാണ് ഇവിടുത്തെ കഞ്ഞി വഴിപാട്. അത് ഉദര രോഗങ്ങൾക്ക് വളരെ നല്ലതാണ് എന്ന് നമ്മുടെ ദൈവജ്ഞൻ ഇവിടെ കഴിഞ്ഞ 2013 ദേവപ്രശ്നത്തിലൂടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നടത്തുന്ന കഞ്ഞി വഴിപാട് ഭക്ഷിക്കുന്നവരുടെ ഉദര രോഗങ്ങൾക്കൊക്കെ ശമനമുണ്ടാകും. അത് വളരെ ഗുണകരമാണെന്നൊക്കെ പറഞ്ഞ് വളരെ ആൾക്കാർ ഒരുപാട് സഹകരിക്കുന്നുമുണ്ട് അക്കാര്യത്തിൽ. മറ്റൊരു പ്രത്യേകത നമ്മുടെ ദേവീക്ഷേത്രത്തെ സംബന്ധിച്ചുള്ളത് ഗണ്ഡകർണസ്വാമിയുടെ ഒരു സാന്നിധ്യമാണ്. ദേവിയുടെ സഹോദര സങ്കല്പത്തിലുള്ള ഈ ഗണ്ഡകർണസ്വാമിക്ക് അടുത്ത പ്രദേശങ്ങളിലും വേറെ ഇല്ല എന്നുള്ളതാണ് സത്യം. ഇവിടെ വഴിപാട് കഴിച്ചാൽ ഈ ക്ഷേത്രം ഗണ്ഡകർണസ്വാമിയുടെ അടുത്തുള്ള വഴിപാടുകൾ കൂടി ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വളരെ ഗുണകരമാണെന്നാണ് സങ്കല്പം. വൈകുന്നേരം 5 മണിക്ക് ആരംഭിച്ച് തടുക്കരയിൽ നിന്നുള്ള ഘോഷയാത്ര ശിവക്ഷേത്രത്തിൽ എത്തിച്ചേരുകയും അതുപോലെ തന്നെ ഭജനമഠത്തിൻ ഭാഗത്തു നിന്നുള്ള കുംഭകോട ഘോഷയാത്ര അവിടുന്ന് ആരംഭിച്ച് ഭജനമഠത്തിൽ എത്തിച്ചേരുകയും അതിനുശേഷം അവിടുന്ന് എല്ലാം ഘോഷയാത്രയും കൂടി ഒരുമിച്ച് താലപ്പൊലി സഹിതം ഒരു 5:30 മണി അല്ലെങ്കിൽ 6 മണിക്ക് മുമ്പ് തന്നെ തുടങ്ങുന്നതായിരിക്കും. തുടർന്ന് തിരുമാറാടി ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് 8 മണിയോടുകൂടി ഘോഷയാത്ര അഭിഷേകം കഴിച്ച് ഘോഷയാത്ര അവസാനിക്കുന്നതാണ്. നാളെ കലാരഞ്ജനി അവതരിപ്പിക്കുന്ന കലാപരിപാടി ഉണ്ടായിരിക്കും. അതിന് അശ്വതി നാളിൽ ജോബി പാലായുടെ മെഗാ ഷോ, ഭരണി നാളിൽ ഗാനമേള ട്രിവാൻഡ്രം മെട്രോ വോയിസിൻ്റെ ഉണ്ടായിരിക്കുന്നതാണ്. തുടർന്ന് കാർത്തിക നാളിൽ ആമ്പശ്ശേരിക്കാവിലേക്കുള്ള എടപ്പറയമ്മയുടെ കൂട്ടിയെഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ച് കൂട്ടിയെഴുന്നള്ളിപ്പ് കഴിഞ്ഞ് രാവിലെ തിരിച്ച് അമ്പലത്തിലെത്തി കാവിലെത്തി പൂജ കഴിഞ്ഞതിന് ശേഷം ഉത്സവം സമാപിക്കുന്നതാണ്. പകൽപൂര കുംഭകോട ഘോഷയാത്രയ്ക്ക് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ഈ നൃത്തരൂപങ്ങൾ, അതായത് ദേവനൃത്തം, അതുപോലെ തെയ്യം, തിറ, ഇങ്ങനെയുള്ള കലാരൂപങ്ങൾ വളരെ മനോഹരമായിട്ടുള്ള ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ രാത്രി എഴുന്നള്ളത്തിന് പാണ്ടിമേളം, അതുപോലെ നാദസ്വര കച്ചേരി, എന്നിട്ട് വെളുപ്പിന് 3:30 കൂടി യാത്ര പറയൽ ചടങ്ങ് തീരും. അങ്ങനെ ആമ്പശ്ശേരി എടപ്പറ ഭഗവതിമാരുടെ കൂട്ടിയെഴുന്നള്ളിപ്പ്, ആമ്പശ്ശേരിക്കാവിലമ്മ നേരെ കാക്കൂർത്തും ഇവിടെ ഇറക്കിയെഴുന്നള്ളിപ്പും 3:30 കൂടി രാത്രി അവസാനിക്കുന്നതാണ്. തിരുമാറാടിയിൽ നിന്ന് കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി തിരുമാറാടിയിൽ നിന്ന് ലോട്ടസ്.